കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികൾക്ക് ജാമ്യം. പി കിരൺ, സതീഷ് കുമാർ എന്നിവർക്കാണ് ജാമ്യം. കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഭാസുരാങ്കന്റെ മകൻ അഖിൽജിത്തിനും ജാമ്യം ലഭിച്ചു. 1 വർഷത്തിലേറെയായി ജയിലിൽ കിടക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം. രേഷ്മ ബാബു വിവരങ്ങൾ നൽകും. രേഷ്മ, ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കിയത് എന്താണ്? കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലും അതോടൊപ്പം തന്നെ കണ്ടല കേസിലും ആണ് 4 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഇഡി ആദ്യ കുറ്റപത്രം നൽകിയത് കരുവന്നൂർ കേസിലായിരുന്നു. പക്ഷെ അതിന്റെ തുടരന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അന്തിമ കുറ്റപത്രം നൽകിയിട്ടുമില്ല. ഒപ്പം തന്നെ ഈ 2 പ്രതികളും, അതായത് പി കിരണും അതോടൊപ്പം പി സതീഷ് കുമാറും, ഇരുവരും 1 വർഷത്തിലേറെ കാലഘട്ടത്തിൽ റിമാൻഡിൽ കഴിയുകയുമാണ്. ഈ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇരുവർക്കും ജാമ്യം നൽകാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയത്. തുടരന്വേഷണം നടക്കുന്ന സാഹചര്യം കൂടി ഹൈക്കോടതി കണക്കിലെടുക്കുകയും ചെയ്തിരുന്നു. കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലും 2 പ്രതികളും, അതായത് ഭാസുരാങ്കനും മകൻ അഖിൽജിത്തും, 2 പ്രതികളും റിമാൻഡിൽ തുടരുന്ന ഒരു സാഹചര്യം ഹൈക്കോടതി വിലയിരുത്തി. ഒപ്പം തന്നെ കേസ് അന്വേഷണം തുടരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തുകയായിരുന്നു. എന്തായാലും 2 കേസിലും പ്രതികൾ 1.5 വർഷമായിട്ടായിരുന്നു റിമാൻഡിൽ തുടരുന്നത്. ഈ സാഹചര്യങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഈ കണ്ടല കേസിലും കരുവന്നൂർ കേസിലും നിലവിൽ ജാമ്യം അനുവദിച്ചിട്ടുള്ളത് പ്രതികൾക്ക്. ശരി രേഷ്മ.